ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഷെങ്കൻ കൺട്രിയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കും വിസ റിജക്റ്റായി റീ അപ്ലൈ ചെയ്യുന്നവർക്കും ഷെങ്കൻ വിസ നോക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെങ്കൻ വിസയ്ക്ക് ആവശ്യമായ മെയിൻ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം ഒരാൾക്ക് 20 പേജിൽ കുറയാത്ത അത്ര ഡോക്യുമെന്റ്സ് ആവശ്യം വരും. ഡോക്യുമെന്റ്സ് ഒന്നുപോലും മിസ്സാക്കരുത്. മിസ്സായി കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും. ജപ്പാൻ, ചൈന പോലെയുള്ള കൺട്രീസ് ആണെങ്കിൽ ഡോക്യുമെന്റ്സ് വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ കൃത്യമായി വിവരം തരും. നമുക്ക് റീസബ്മിറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഭൂരിഭാഗം ഷെങ്കൻ കൺട്രീസും ഡോക്യുമെന്റ്സിൽ വല്ല കുറവുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബിക്കോസ് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് റീസെന്റ് നമ്മുടെ ക്ലയൻസിന് വിസ കിട്ടിയത്. ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് ഓൺ ഡോക്യുമെന്റേഷൻ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. ഫസ്റ്റ്, പാസ്പോർട്ട്. പലർക്കുമുള്ള ഡൗട്ടാണ് ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിലേ ഷെങ്കൻ വിസ കിട്ടുള്ളൂ എന്ന്. ബ്ലാങ്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ വിസ റിജക്റ്റ് ആവും എന്നൊക്കെ. ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. പക്ഷേ തായ്ലാൻഡ്, ദുബായ്, മലേഷ്യ കൺട്രി ട്രാവൽ ഹിസ്റ്ററി അല്ല വേണ്ടത്. US, കാനഡ, നെതർലാൻഡ്, ഓസ്ട്രേലിയ ഓർ ഷെങ്കൻ കൺട്രീസ് ട്രാവൽ ചെയ്ത ഹിസ്റ്ററിയാണ് വേണ്ടത്. ട്രാവൽ ഹിസ്റ്ററി ഇല്ലെങ്കിലും ഡോക്യുമെന്റ്സ് പെർഫെക്റ്റ് ആണെങ്കിൽ 90% യു വിൽ ഗെറ്റ് ദ വിസ. പാസ്പോർട്ട് വാലിഡിറ്റി മിനിമം 6 months വേണം. ആൻഡ് 3 ബ്ലാങ്ക് പേജസ് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. ഫ്ലൈറ്റ് ടിക്കറ്റ്സ്. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ടിക്കറ്റ്സ് ഒറിജിനൽ വേണോ, ഡമ്മി ടിക്കറ്റ് മതിയോ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ. ഡമ്മി ടിക്കറ്റ് ആണെങ്കിലും ഓക്കെയാണ്, കൺഫർമേഷൻ ടിക്കറ്റ് ആണെങ്കിലും ഓക്കെയാണ്. ബട്ട് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക ഫുള്ളി റീഫണ്ടബിൾ ടിക്കറ്റ് ആണ്. വൺ സൈഡ് ടിക്കറ്റ് മാത്രം പോരാ. വിസിറ്റിംഗ് വിസയാണെങ്കിൽ 2 ways ടിക്കറ്റ് നിർബന്ധമായിട്ട് എടുക്കണം. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾക്ക് ഏത് കൺട്രിയിലാണോ വിസ കിട്ടിയത് ആ കൺട്രിയിൽ തന്നെ വേണം ഫസ്റ്റ് എൻട്രി. ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷൻ ആണ് പോളണ്ട് വിസ കിട്ടി, ഇറ്റലിക്കാണ് പോകേണ്ടത്. സോ ഡയറക്റ്റ് ആയി ഇറ്റലി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതിയോ, ഓർ പോളണ്ട് ചെന്നിട്ട് പോകണോ? എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഷെങ്കൻ വിസ കിട്ടിയാൽ 28 കൺട്രീസും ട്രാവൽ ചെയ്യാൻ പറ്റിയ വിസയാണ്. പക്ഷേ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കൺട്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പോളണ്ട് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ നമുക്ക് പോളണ്ടിൽ മാത്രമേ ഇറങ്ങാൻ സാധിക്കൂ. ഇൻ കേസ് ഇറ്റലി ഇറങ്ങിയാൽ ഇമിഗ്രേഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരും. ബെറ്റർ ഓപ്ഷൻ പോളണ്ട് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റോ റെയിൽ റോഡ് വഴി എല്ലാം ട്രാവൽ ചെയ്യാം. ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് ട്രാവൽ ഇറ്റിനറി പ്രകാരം തന്നെ ബുക്ക് ചെയ്യാൻ നോക്കുക. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. കൺഫർമേഷൻ ബുക്കിംഗ് എല്ലാം ഈസിയായി പ്രീ പേയ്മെന്റ് ചെയ്യാതെ കിട്ടും. ഓർ പേ ലേറ്റർ ഓപ്ഷനും അവൈലബിൾ ആണ്. ചീപ്പായിട്ട് അക്കോമഡേഷൻ ബുക്ക് ചെയ്യാൻ hostelworld.com ഓർ bookings.com ഇതെല്ലാം യൂസ് ചെയ്യാം. പേ ലേറ്റർ ഓപ്ഷനും അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യുവാണെങ്കിൽ അറൌണ്ട് 1500 to 5000 പെർ ഡേ റേഞ്ചിൽ അവൈലബിൾ ആണ്. ട്രാവൽ ഐറ്റിനറി പ്രകാരം നിയറസ്റ്റ് ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് ITR, ഇൻകം ടാക്സ് റിട്ടേൺസ്. ലാസ്റ്റ് 3 yearsന്റെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. സോ ഇത് നമ്മുടെ സാമ്പത്തിക ശേഷി എത്രയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത്, ജോബ് ആണെങ്കിൽ ജോബ്, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, അതിന്റെ ബേസ് ചെയ്ത ITR ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ജോബ് ഓർ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കേണ്ടി വരും. ജോബ് ആണെങ്കിൽ ജോബ് ഓഫർ ലെറ്റർ തുടങ്ങി പേ സ്ലിപ്പ് വരെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ലാസ്റ്റ് 6 monthsന്റെ പേ സ്ലിപ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പേ സ്ലിപ്പിൽ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ലൈക്ക് ഡേറ്റ് ഓഫ് ജോയിനിങ്, കറന്റ് ഡെസിഗ്നേഷൻ, അക്കൗണ്ട് നമ്പർ, പാൻ ഡീറ്റെയിൽസ്. സോ പേ സ്ലിപ്പ് കൊടുത്ത സെയിം അക്കൗണ്ട് നമ്പറുടെ സ്റ്റേറ്റ്മെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഏത് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താലും അത് ക്രോസ് ചെക്ക് ചെയ്യണം. ഇതെല്ലാം മാച്ചായി വരണം. മാക്സിമം പേര് ഇതൊന്നും ചെക്ക് ചെയ്യാറില്ല. ഇതൊക്കെ കൊണ്ടാണ് വിസ റിജക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ കൺട്രി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡോക്യുമെന്റ്സ്. ഫോർ എക്സാമ്പിൾ, ഫ്രാൻസ് ആണെങ്കിൽ 3 monthsന്റെ പേ സ്ലിപ്പ് മതി. പക്ഷെ നോർവേ ആണെങ്കിൽ 6 monthsന്റെ പേ സ്ലിപ്പ് വേണ്ടി വരും. സോ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നിർബന്ധമായി വേണ്ട ഡോക്യുമെന്റ്സ് ആണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഒരുപാട് പേരുടെ ഡൗട്ടാണ് എത്ര ബാങ്ക് ബാലൻസ് കാണിക്കേണ്ടി വരും. സോ ഈ ഷെങ്കൻ കൺട്രീസിലെല്ലാം അവരുടെ വെബ്സൈറ്റിൽ ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട് പെർ ഡേ എക്സ്പെൻസ് ഫോർ ടൂറിസ്റ്റ് എത്ര വേണ്ടി വരുമെന്ന്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നോർവേ ആണെങ്കിൽ 100 euros പെർ ഡേ. സോ 10 days ഒക്കെ ട്രാവൽ ചെയ്യാൻ നോക്കുവാണെങ്കിൽ 1000 euros അറൗണ്ട് വരും. ഇന്ത്യൻ മണിയെ കൺവേർട്ട് ചെയ്യുമ്പോൾ 90,000 ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് വരും. ഇത് ഡെയിലി എക്സ്പെൻസ് ആണ്. ഇത് നമുക്ക് ചിലവാവുന്ന ഫണ്ട് ആൻഡ് എക്സ്ട്രാ ഒരു എമർജൻസി പർപ്പസ് അങ്ങനെയുള്ളതിനായി 3 to 5 lakh ബാങ്ക് ബാലൻസ് കാണിക്കണം. ഇപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ഓർ ഡൂയിങ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്,
അങ്ങനെയൊക്കെ ആണെങ്കിൽ എംപ്ലോയർ സീൽ ആൻഡ് NOC സബ്മിറ്റ് ചെയ്യേണ്ടി വരും. വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ HR കയ്യിൽ നിന്ന് നോ ഒബ്ജക്ഷൻ ലെറ്റർ വേണ്ടി വരും ആൻഡ് അപ്രൂവ്ഡ് ലീവ് ലെറ്റർ ഫ്രം ദ കമ്പനി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ ഈ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കണം. കൂടുതൽ ഡോക്യുമെന്റ്സ് നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഏജൻസി വഴി സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് കൂടുതൽ ഡോക്യുമെന്റ്സ് നമ്മൾ തന്നെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് ആണ്. അപ്പാർട്ട് ഫ്രം ദീസ് ഡോക്യുമെന്റ്സ് ട്രാവൽ ഐറ്റിനറി, കവർ ലെറ്റർ, അപ്ലിക്കേഷൻ ഫോം ആൻഡ് ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ ഡോക്യുമെന്റ്സും വേണ്ടി വരും. ഓൾറെഡി ഞാൻ ഇറ്റലി കൺട്രിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ് മാരേജ് സർട്ടിഫിക്കറ്റ്. മാരീഡ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടൂർ കമ്പനീസ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു പാക്കേജിലൂടെയാണ് കൊണ്ടുപോകുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ഡോക്യുമെന്റേഷൻ ടൂർ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. അധികം ഫണ്ട്സും കാണിക്കാതെ വളരെ പ്രീ പ്ലാൻഡ് ആയിരിക്കും അവരുടെ ട്രാവൽ ഐറ്റിനറി. സോ ആ ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഷെങ്കൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സൈസ് കറക്റ്റ് ആയിരിക്കണം. 80% ഫേസും 20% ഷോൾഡേഴ്സും കവർ ചെയ്യുന്ന ഫോട്ടോ ആയിരിക്കണം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഓൾറെഡി ഞാൻ VFS അപ്പോയിൻമെൻറ്റ് എങ്ങനെ എടുക്കാം ആൻഡ് VFSൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനെ പറ്റിയിട്ട് എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഡോക്യുമെൻറ്റ്സ് 100% ഓക്കെ ആയതിനു ശേഷം സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കവർ ലെറ്റർ, ITR ഓർ എന്തെങ്കിലും വിസ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.